ിക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിലീഷ് ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇന്നലെ യുഡിഎഫിന്റെ തെരുവ് നാടക വേദിയിൽ വെച്ച് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായതിന് തുടർച്ചയായി ഇപ്പോൾ കേസിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുകയാണല്ലോ. ശ്രീജിത്ത്, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ, അതായത് വോട്ടെടുപ്പിലേക്ക് 10 ദിവസമേ ബാക്കിയുള്ളൂ, സംഘർഷങ്ങളിലേക്കും കയ്യാങ്കളിയിലേക്കും ഒക്കെ കാര്യങ്ങൾ കടക്കുകയാണോ ആലപ്പുഴയിൽ? ആലപ്പുഴയിൽ ഞായറാഴ്ച മുതൽ ഈ യുഡിഎഫിന്റെ തെരുവ് നാടകവുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ട്. വളഞ്ഞവഴിയിൽ ഇന്നലെയാണ് തെരുവ് നാടകം നടന്ന വേദിയിലേക്ക് സിപിഎം പ്രവർത്തകർ ഇരച്ചു കയറിയെങ്കിലും അവിടെ ഞായറാഴ്ച തന്നെ പ്രശ്നമുണ്ടായിരുന്നു. ഞായറാഴ്ച ഈ തെരുവ് നാടകം അവതരിപ്പിച്ചപ്പോൾ സിപിഎം പ്രവർത്തകർ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെ പോലീസ് കാവലിലാണ് ഈ തെരുവ് നാടകം അരങ്ങേറിയത്. ഇങ്ങനെ പോലീസ് കാവലിൽ നടന്ന തെരുവ് നാടകത്തിലേക്കാണ് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ആരിസ് അടക്കമുള്ള നേതാക്കൾ ഇന്നലെ ഇരച്ചു കയറി പ്രശ്നങ്ങളുണ്ടാക്കിയത്. തെരുവ് നാടകത്തിലെ കലാകാരിയായ യുവതിക്ക് നേരെ കയ്യേറ്റമുണ്ടായെന്നും ആരോപണമുണ്ടായിരുന്നു. എന്തായാലും ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ആരിഫ്, പഞ്ചായത്ത് അംഗം പ്രജിത്ത്, കാരിക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിലീഷ് തുടങ്ങിയ 10 പേർക്കെതിരെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത്. ആർ ശ്രീജിത്താണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.